ഞാൻ പണ്ട് ഒരു പാരലൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കുറെ എക്സ്പീരിയൻസ് പറയുമ്പോൾ സാർ വിചാരിക്കരുത് എനിക്ക് കുറെ പ്രായമായിട്ടൊന്നും പ്രായമൊന്നായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് പാരലൽ കോളേജിൽ പഠിക്കുമ്പോൾ അവർ വരുന്ന ഏരിയയിലെ കുട്ടികളൊക്കെ വളരെ മോശപ്പെട്ട ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളായിരുന്നു. പുകവലിക്കുമായിരുന്നു, കള്ളുടിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ്സിൽ കയറുമ്പോൾ ഇവർ പുക വലിച്ചിട്ടുണ്ടോ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയുകയായിരുന്നു. അപ്പോൾ ഇവർ കയറുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്നത് ആദ്യം ബാത്റൂമിൽ പോയിട്ട് വായൊക്കെ കഴുകി ബബിൾ ഒക്കെ കഴിച്ചിട്ട് വരുമായിരുന്നു ഇവര്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ ബാത്റൂം അങ്ങോട്ട് പൂട്ടി. എന്നെക്കാളും നല്ല ഹൈറ്റുള്ള പിള്ളേരായിരിക്കും. ഇവന്മാർ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഇവരുടെ കോളറിൽ കുത്തിപ്പിടിക്കാൻ എനിക്ക് മണക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ താഴ്ത്തിയിട്ട് കള്ളുടിച്ചിട്ടുണ്ടോടാ, പുക വലിച്ചിട്ടുണ്ടോടാ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒരു 4 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് മിസ്സിന്റെ കാര്യം നോക്കിക്കേ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ മിസ്സിന്റെ കാര്യം നോക്കി, മിസ് കുടിച്ചോ ഇല്ലയോ, മിസ് എന്ത് കാര്യത്തിനാ അറിയുന്നത്, മിസ്സിന്റെ പഠിപ്പിക്കുന്ന കാര്യം ബാത്റൂം തുറക്ക് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഷൗട്ട് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. മിസ്സേ എന്നൊക്കെ പറഞ്ഞില്ല, മിസ്സേ കുടിച്ചിട്ടില്ല, മിസ്സേയും ചെയ്യൂല മിസ്സേ എന്നൊക്കെ പറഞ്ഞ് വിടുവായിരുന്നു. അവരുടെ ഒരു കൈക്കുള്ളൂ ഞാൻ ആക്ച്വലി. പക്ഷെ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ കുട്ടികളെയാണ്. അവരുടെ അടുത്ത് ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് പേടിയായി തുടങ്ങി. 4 കൊല്ലം മുമ്പുള്ള ടീച്ചറല്ല ഇപ്പൊ ഞാൻ. ഇപ്പൊ എനിക്ക് പേടിയുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോ പ്രതികാരം ചെയ്യാൻ പോകുന്നത് എന്റെ മോനിലേക്കായിരിക്കോ എന്നൊക്കെ ഒരു പേടി വന്നു തുടങ്ങി. 4 കൊല്ലം മുമ്പ് ഇവരെക്കാളും വലിയ പിള്ളേരെ കുത്തിരി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നില്ലാത്ത പേടിയാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്നത്. ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇവര് മുഖമൊക്കെ മാറ്റും. അപ്പൊ എനിക്ക് പേടിയാവും, ഈ അടുത്തത് കൈയായിരിക്കും വരാൻ പോണെ എന്നൊരു പേടി വന്നു തുടങ്ങി. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ജനറേഷനെ. അപ്പൊ ഇതെന്താ ചെയ്യാ സാർ? ശരിക്കും ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയാം നമുക്കതിനെ. ഒരു കൊറോണയ്ക്ക് ശേഷമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ രീതിയും ഒക്കെ പാടെ മാറിയിട്ടുണ്ട്. കാര്യം ഈവൻ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ മുതൽ അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഫോക്കസ് ഒക്കെ, അവരുടെ ചോയ്സുകൾ വരെ, സാധ്യതകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യമേ അവിടെ പറഞ്ഞു നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതുണ്ട്. കോമൺ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ കുട്ടികളിലെല്ലാം കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ ഒരു സ്റ്റഡീസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെക്കാനിക്കൽ വേ, ഒരു പ്രോസസ്സ് പോലെ. അതങ്ങനെ അവരവരുടെ സൈഡിലൂടെ അതങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ട് അത്ര കാലം അങ്ങോട്ട് എന്ത് ചെയ്യില്ല, അത് ഇനി ഫലിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് പാരലൽ ടു ദാറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഒരു ഓൾട്ടർനേറ്റീവ് വേൾഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വി ക്യാൻ ബി ഹോപ്പ്ഫുൾ. നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടിൽ വി ടേക്ക് സം പ്രിക്കോഷണറി മെഷേഴ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒന്നും നമുക്ക് അത് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരാളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു ഫാമിലിയോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അതിന് നമുക്ക് എന്താ പറയുക, വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു സേഫ്റ്റി, ഓക്കെ, ദാറ്റ് മീൻസ് ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. എന്താ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ട് തന്നെ ഉള്ള കുറേ സെൽഫ് ഇമേജിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് ഈ കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങളിൽ. പിന്നെ ആ സെൽഫ് ഇമേജ് കൂടാണ്ട് ഇവർക്ക് ഉണ്ടായിട്ട് വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരെ കുറിച്ചിട്ട് തന്നെ ഇമേജുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലുള്ള സിനിമകളാണെങ്കിൽ പോലും, ഇനി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഇൻഫ്ലുവൻസ് അവരിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് അതുകൊണ്ടാണല്ലോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ആർ ജസ്റ്റ് ഷൂട്ടിങ് എന്താ പറയുക ദാറ്റ് മച്ച് കണ്ടൻസ്. അവർക്ക് കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻഡ് എഡ്യൂക്കേഷനാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഒരു ഡിസിപ്ലിൻ മീൻസ് കുട്ടികൾക്ക് എന്താ വേണ്ടത്, എന്തൊക്കെയാണ് ദാറ്റ് മീൻസ് ഏറ്റവും ചുരുങ്ങി ഞാൻ പറഞ്ഞോട്ടെ, എന്തിലൊക്കെയാണ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു നമുക്ക് മനസ്സിലാവണം. ദാറ്റ് മീൻസ് ഹൗ ടു ഡീൽ എ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, എങ്ങനെയാണ് സോഷ്യൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിലെ റീലുകൾ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് പിന്നെ എന്താ പറയുക പൊളിറ്റിക്കലി പല കാര്യങ്ങൾ ഇപ്പോൾ പൊളിറ്റിക്കലായിക്കൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ എന്താണ് ശരിക്കും പൊളിറ്റിക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദേ ഡോണ്ട് നോ എന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ ഓരോ കാര്യങ്ങളിലോട്ട് കണക്ട് ചെയ്ത് അവർക്ക് ഇന്ന് അവർക്ക് വേണ്ടത് ഏതൊക്കെ വിഷയത്തിലുള്ള എഡ്യൂക്കേഷനാണ് അതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്.